ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പുതിയ വീഡിയോ വിത്ത് ടിപ്സ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടിപ്പ്, ഇത് തുളസിയാണ്. ഹിന്ദുക്കൾ വളരെ പരിപാവനമായി കാണുന്ന ഒരു ചെടിയാണത്. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരമ്മ, ഷീ യൂസ് ടു ടേക്ക് എവറി ഡേ 5 leaves. 95 വയസ്സ് വരെ വളരെ ആരോഗ്യമായി ആ അമ്മ ജീവിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു പുതിയൊരു വീഡിയോ തുടങ്ങുകയാണ്. കാരണം എന്നെ വളരെ വേദനിപ്പിച്ച, ഞാൻ പറഞ്ഞിരുന്നു, ആത്മഹത്യകളും RCCയിലെ വേദനിക്കുന്ന മുഖങ്ങളും. ഞാൻ കണ്ട RCCയിലെ വേദനിക്കുന്ന മുഖങ്ങളുടെ പുറകിൽ ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്നൊരു കാരണം സാമ്പത്തിക അടിത്തറയില്ല എന്നാണ്. അപ്പോൾ നമ്മളൊരു രോഗത്തിന് അടിമപ്പെട്ടു അല്ലെങ്കിൽ ഒരു രോഗമുണ്ടായി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക, ഇതെങ്ങനെ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ മർഫി പറയുന്നത്, നിങ്ങളുടെ ഉപബോധ മനസ്സ് കുപ്പിക്കുള്ളിലെ ഭൂതത്തെ പോലെയാണ്. നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങൾ, ആഗ്രഹിക്കുന്ന സത്യങ്ങളെ ഫലവത്താക്കാൻ ഈ ഉപബോധ മനസ്സിന് പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നതിന് നടപ്പിൽ വരുത്താൻ ഉള്ള കഴിവ് നമ്മുടെ ഉപബോധ മനസ്സിനുണ്ട്. പക്ഷെ നമുക്കത് അറിയില്ല. നിങ്ങൾ ആരോഗ്യവും ഐശ്വര്യവും കെട്ടുറപ്പുള്ള ബന്ധങ്ങളും ആഗ്രഹിച്ച് അവയിൽ വിശ്വസിച്ചാൽ അവ സത്യമായി തീരും. നമ്മൾ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ, ഇതിനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാനിതിൽ പെട്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനി ശരിയാകാൻ പറ്റില്ല എന്ന് പറയുന്ന നിമിഷം മുതൽ നമ്മൾക്ക് നാശം തുടങ്ങുകയാണ്. വ്യാധികളെയും ദാരിദ്ര്യത്തെയും ഏകാന്തതയും ഭയന്നാൽ അത് തന്നെയായിരിക്കും. നമ്മൾ അസുഖങ്ങളെയും ദാരിദ്ര്യത്തെയും ഭയന്നാൽ നമുക്കത് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ ഈ ബുക്ക് മുഴുവൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഈ 45 വയസ്സ് വരെ സാമാന്യം പ്രീഡിക്ക് ഒരു ഡിസ്റ്റിങ്ഷനും മേടിച്ച് എൻ്റെ അച്ഛൻ എന്നെ ഒരു നഴ്സിംഗ് കോഴ്സും പാസ്സാക്കി വിട്ടു. പക്ഷെ ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പഠിച്ചു. ഞാൻ തരണം ചെയ്ത ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിതെങ്ങനെ തരണം ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് ഈ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളൊരു വിശകലനം ഈ 40ാമത്തെ വയസ്സിൽ നടത്തിയത് കൊണ്ടാണ് എനിക്കതിൻ്റെ കാരണങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പം നമ്മൾ വ്യാധികളെയും ദാരിദ്ര്യത്തെയും ഭയപ്പെട്ടാൽ അത് തന്നെ വരും. നിങ്ങളോടൊരു എക്സാമ്പിൾ പറയാനുള്ളത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ഞാനും എൻ്റെ കുട്ടിയും കൂടെ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ അവനെ പഠിപ്പിക്കുക, അവന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ. ഒരു സമയത്ത് ഈ ക്യാൻസർ എന്ന വ്യാധി എന്നെ ബാധിച്ചപ്പോൾ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ പേടിച്ചു. സാലറി ഇല്ലാതാകുമ്പോൾ ദാരിദ്ര്യം വരുമോ എന്ന് ഞാൻ പേടിച്ചു. എൻ്റെ അച്ഛനെ കെയർ ചെയ്യാൻ എനിക്ക് പറ്റാതാവുമോ, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി പോവോ, ഞങ്ങൾ 3 പേരും അടങ്ങുന്ന ആ ചെറിയ കുടുംബം സെപ്പറേറ്റഡ് ആയി പോകുമോ എന്ന് ഞാൻ പേടിച്ചു. ആ പേടിച്ചത് തന്നെ നടന്നു. ഞങ്ങൾ 3 പേരും ഇപ്പോൾ 3 ഞാൻ പേടിച്ചു, അത് നടന്നു. ഞാൻ പേടിച്ചതൊക്കെയും എൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുമ്പോൾ ഈ 2 പേരെയും ടേക്ക് കെയർ ചെയ്യാൻ പറ്റാതെ ആവുമോ ഞാനത് പേടിച്ചത് തന്നെ നടന്നു. അപ്പോൾ നമ്മൾ പേടിക്കാണ്ടിരിക്കണം. ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ